അസ്സലാമു അലൈക്കും. ജാസ്മിൻ തൻ്റെ വീടിന് നേർക്ക് നടന്നു വരുന്നത് ലൈല അടുക്കളയിലെ ജനലിലൂടെ കണ്ടിരുന്നു. അത് തൊട്ടടുത്ത് നിന്ന് വെളുത്തുള്ളിയുടെ തൊലി കളയുകയായിരുന്ന സെലീനയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സെലീനയ്ക്ക് വെളുത്തുള്ളി അച്ചാർ വലിയ ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വില കുറച്ച് കിട്ടിയപ്പോൾ അവൾ വാങ്ങിയതാണ്. അതുമായി നേരെ ലൈലയുടെ അടുത്തേക്ക് ചെന്നു. അവൾ പാചകം ചെയ്യുമ്പോൾ അവളോട് സംസാരിച്ച് അവിടെ നിന്ന് തൊലിക്കുമ്പോൾ മടുപ്പ് തോന്നില്ല എന്നതാണ് കാരണം. ഇത്തിരി ജാടയാണോ എന്നൊരു സംശയമുണ്ട്. സെലീന പറഞ്ഞത് കേട്ട് മിണ്ടല്ലേ എന്ന അർത്ഥത്തിൽ ലൈല ആംഗ്യം കാണിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ അടുക്കളവാതിലിന് മുമ്പിലെത്തി. വാ, അകത്തേക്ക് കയറിയിരിക്ക്. നിനക്ക് ഇവിടേക്കുള്ള വഴിയൊക്കെ അറിയോ? ലൈല പുഞ്ചിരിയോടെയാണ് പറഞ്ഞത്. അവൾ അകത്തേക്ക് കയറി. സത്യത്തിൽ അവൾക്ക് ആ വീട്ടിലേക്ക് കയറാൻ അല്പം ചളിപ്പുണ്ടായിരുന്നു. താൻ മൂത്തച്ഛന്മാരോട് ആരോടും വലിയ സൗഹൃദത്തിനും സംസാരത്തിനും ഒന്നും പോയിട്ടില്ലല്ലോ എന്ന് അവൾ ഓർത്തു. അകത്തേക്ക് കയറിയപ്പോഴാണ് സെലീന ഉള്ളി തൊലിക്കുന്നത് അവൾ കണ്ടത്. വെളുത്തുള്ളിയുടെ മണം ജാസ്മിന് ഇഷ്ടമല്ലെങ്കിലും അവൾ അത് സഹിച്ച് അവിടെ ഇരുന്നു. നീ ഇങ്ങോട്ടൊന്നും വരില്ല എന്നാണ് കരുതിയത്. ഗൾഫിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി തുടങ്ങിയല്ലേ? ജാസ്മിൻ പതിയെ തലയാട്ടി. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. അപ്പോഴാണല്ലോ ഇക്കാക്ക് അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. എനിക്കാണെങ്കിൽ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണല്ലോ കല്യാണം നടന്നത്. അപ്പോൾ ആരുടെയും സഹകരണം കിട്ടില്ല. എല്ലാത്തിനും ഞാൻ തന്നെ പോകണമല്ലോ. ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ശരിയാക്കാനുണ്ട്. വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ? ലൈല ചോദിച്ചത് കേട്ട് അവൾ തലയാട്ടി. ജാസ്മിനെ ആദ്യം കല്യാണം കഴിച്ചത് എവിടേക്കായിരുന്നു? സെലീന ചോദിച്ചത് കേട്ട് ലൈല അന്തം വിട്ട് അവളെ നോക്കി. ഇത്തക്ക് ചിലപ്പോൾ ആരോട് എന്തൊക്കെ ചോദിക്കണം എന്നതുപോലും അറിയില്ലല്ലോ. അതൊക്കെ ഒരു കഥയാണിത്ത. ഞാനത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ജാസ്മിൻ പെട്ടെന്ന് പറഞ്ഞു ഒഴിവായി. സെലീന പതിയെ തലയാട്ടി. എന്നാണ് പോകുന്നത്? അവൾ വീണ്ടും ചോദിച്ചു. പറയാനൊരു അവസരം കിട്ടിയതുപോലെ ജാസ്മിൻ പെട്ടെന്ന് ഉഷാറായി. എനിക്ക് ഇനിയും ലീവുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ചെന്നാൽ മാത്രമേ ഇക്കയുടെ കഫീലിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയൂ. വേഗം ഇക്കയെ ജയിലിൽ നിന്നും ഇറക്കണം. ഇല്ലെങ്കിൽ കൂടുതൽ കേസുകൾ വരും. ലൈലയും സെലീനയും പരസ്പരം നോക്കി. അതിനിടെ ലൈല കൈ കഴുകി 3 പേർക്കും ചായ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ വേഗം പോയിക്കോ, അല്ലെങ്കിൽ ജമാൽ അവിടെ പെട്ടുപോകും. പാത്രത്തിലേക്ക് വെള്ളം പകരുന്നതിനിടെ ലൈല പറഞ്ഞു. ആവശ്യത്തിന് വെള്ളം എടുത്ത ശേഷം പാത്രം സ്റ്റൗവിൽ വെച്ചു. അത് തന്നെയാണ് ഞാൻ നോക്കുന്നത്. ചൂട് പിടിക്കുന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തതിന് ശേഷം ലൈല ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് മിഠായികൾ എടുത്ത് ജാസ്മിൻ്റെ കയ്യിൽ കൊടുത്തു. ഈ അങ്ങോട്ട് പോകുമ്പോൾ ആബിദയുടെ മക്കൾക്ക് കൊടുത്തേക്ക്. ജാസ്മിൻ പതിയെ തലയാട്ടി. എനിക്ക് ഇക്കയുടെ നമ്പർ ഒന്ന് വേണമായിരുന്നു. എൻ്റെ പാസ്പോർട്ട് ജമാലിക്കാൻ്റെ കയ്യിലാണ്. അത് റൂമിലാണെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് പോവാൻ കഴിയൂ. ലൈലയ്ക്ക് കാര്യം മനസ്സിലായി. നേരത്തെ തറവാട്ടിലേക്ക് ചെന്നപ്പോൾ തങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന ജാസ്മിൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും അതിൻ്റെ നീരസമൊന്നും അവർ കാണിച്ചില്ല. എൻ്റെ പാസ്പോർട്ട് എങ്ങനെയാണ് ഓൻ്റെ കയ്യിലെത്തിയത്? സെലീനയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ലൈല ചിന്തയിൽ നിന്നും ഉണർന്നത്. അവൾ കൗതുകത്തോടെ ജാസ്മിനെ നോക്കി. അക്കാര്യം അറിയാൻ അവൾക്കും നല്ല താല്പര്യമുണ്ടായിരുന്നു. ഞാൻ അറിയാതെ വെച്ചതായിരിക്കും. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പാസ്പോർട്ട് ഇക്കയുടെ കയ്യിൽ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നത് 2 പാസ്പോർട്ടും ഇക്ക അറിയാതെ ബാഗിൽ വെച്ചിരിക്കുക എന്നാണ്. ലൈല ഒന്ന് മൂളി. ഇപ്പോൾ തന്നെ ഞാൻ ഇക്കയെ വിളിച്ചു തരാം. ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന സമയമാണ്. ജാസ്മിൻ്റെ മറുപടിക്ക് കാക്കാതെ ലൈല മൊബൈലെടുത്ത് ഇക്കയുടെ നമ്പർ ഡയൽ ചെയ്തു. അപ്പോഴേക്കും റസാഖ് കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. അസ്സലാമു അലൈക്കും ഇത്ത. അയാൾ സന്തോഷത്തോടെ സലാം മടക്കി. വഅലൈക്കും അസ്സലാം. ജാസ്മിന് ഇവിടെയുണ്ട്. അവൾക്ക് ഇക്കാനോട് എന്തോ സംസാരിക്കണമെന്ന്. ജാസ്മിനോ? ഏത് ജാസ്മിൻ? അമ്പലപ്പോടെ റസാഖ് ചോദിച്ചു. അത് ജമാലിൻ്റെ. ബാക്കി പറയാൻ വന്നത് അവൾ വിഴുങ്ങി. അയാൾക്ക് കാര്യം മനസ്സിലായി. ശരി, കൊടുക്ക്. ഒന്നും മൂളിയതിന് ശേഷം അവൾ ഫോൺ ജാസ്മിൻ്റെ കയ്യിൽ കൊടുത്തു. അവൾ സലാം പറയുകയും റസാഖ് സലാം മടക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതോ ഒരു പോലീസുകാരൻ്റെ ഫോൺ വാങ്ങി ഇക്ക എനിക്ക് വിളിച്ചിരുന്നു. എൻ്റെ പാസ്പോർട്ട് ഇക്കാൻ്റെ റൂമിൽ ബാഗിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഇക്ക അതൊന്ന് എടുത്ത് ആരുടെയും കയ്യിൽ നാട്ടിലേക്ക് അയക്കാമോ? എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയാണ്. ശരി, ഞാൻ അവൻ്റെ റൂമിൽ പോയി പാസ്പോർട്ട് എടുക്കാം. പക്ഷേ അങ്ങോട്ടേക്ക് ആരെങ്കിലും വരുന്നതായി ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് നോക്കാം. ആരെങ്കിലും വരുന്നവരില്ലാതിരിക്കില്ല. വരുന്ന ആളുടെ കയ്യിൽ നമ്പർ കൊടുക്കാം. അവരെ കോണ്ടാക്ട് നമ്പർ നിനക്കും വാങ്ങിത്തരാം.
നീ അവിടെ പോയി വാങ്ങിച്ചാൽ മതി. അയാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സലീം റൂമിലേക്ക് വന്നു. എന്താണ് സംഭവമെന്ന് അയാൾ ആംഗ്യത്തിലൂടെ ചോദിച്ചു. റസാഖ് കാര്യം പറഞ്ഞു. നമ്മുടെ മന്തിക്കടയിലെ കാക്കയും ഫാമിലിയും നാളെ രാവിലെ അല്ല നാട്ടിലേക്ക് പോകുന്നത്. അവരുടെ കയ്യിൽ കൊടുത്തേക്കാം. സലീം പറഞ്ഞപ്പോഴാണ് അത് ശരിയാണല്ലോ എന്ന് അയാൾ ഓർക്കുന്നത്. അയാൾ അക്കാര്യം ജാസ്മിനോട് പറയുകയും ചെയ്തു. അവരെ വീട് എവിടെയാണിക്ക? ആകാംക്ഷയോടെ ജാസ്മിൻ ചോദിച്ചു. കൃത്യമായി എനിക്കറിയില്ല. കോഴിക്കോട് ഭാഗത്ത് എവിടെയാണ്. അതൊന്നും സാരില്ലിക്ക, ഞാൻ പോയി വാങ്ങിച്ചോളാം. സന്തോഷത്തോടെയാണ് അവൾ ഫോൺ ലൈലയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചത്. ലൈല ഫോണും പിടിച്ച് സംസാരിക്കുന്നതിനിടയിൽ 3 കപ്പിലേക്ക് കാപ്പി പകർന്നു. പിന്നെ ടിന്നിൽ നിന്ന് കുറച്ച് ഈത്തപ്പഴം എടുത്തു. എല്ലാവരുടെയും മുൻപിലേക്ക് അത് വെച്ചതിന് ശേഷം അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പോയി. കാപ്പി കുടിക്ക്. സെലീന പറഞ്ഞത് കേട്ട് ജാസ്മിൻ തലയാട്ടി. അവൾ പതിയെ ആ കാപ്പിയൊന്ന് രുചിച്ചു നോക്കി. ആദ്യത്തെ കല്യാണത്തിൽ മക്കളൊന്നുമില്ലല്ലേ? സെലീന അങ്ങനെ എടുത്തടിച്ച് ചോദിക്കുമെന്ന് ജാസ്മിൻ പ്രതീക്ഷിച്ചില്ല. അകത്തേക്ക് കയറി വരികയായിരുന്ന ലൈല പെട്ടെന്ന് വാതിൽക്കൽ തന്നെ നിന്നു. സെലീനയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് തീരട്ടെ എന്ന് കരുതി അവൾ പിറകിലേട്ട് വലിഞ്ഞു. അക്കാര്യം ഓർക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. ഞാൻ മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണത്. ഓന് കള്ളുകുടിയനായിരുന്നു അല്ലേ? ആണെന്നോ അല്ലെന്നോ മനസ്സിലാവാത്ത രൂപത്തിൽ ജാസ്മിൻ തലയാട്ടി. അപ്പോഴാണ് അവളുടെ മൊബൈൽ ശബ്ദിച്ചത്. അത് അവൾക്ക് അനുഗ്രഹമായി. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പോയി വരാമെന്ന് പറഞ്ഞ് അവൾ ധൃതിയിൽ ഇറങ്ങി നടന്നു. അതോടെ ലൈല സെലീനയോട് അടുത്ത് വന്നിരുന്നു. എന്തൊരു വെറുപ്പിക്കൽ ചോദ്യമാണ് ഇത്താ. നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഓൾ എന്ത് കരുതി കാണും? സെലീന ചിരിയോടെ അവളെ നോക്കി. ഓൾ എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ 2 പേരും ഓളേക്കാൾ മുമ്പേ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നതാണല്ലോ. നമ്മൾ അവളോട് ഒരു ഇഷ്ടക്കേടും കാണിച്ചിട്ടില്ല. എന്നിട്ട് അവളെ മുഖം കണ്ട അവളെ ഏതാണ്ട് ചെയ്തതുപോലെയാണ്. സെലീന പറയുന്നത് കേട്ട് ലൈല ചിരിച്ചുപോയി. അവൾക്ക് ചെറിയ കാര്യങ്ങൾ മതി എന്ന് ലൈല ഓർത്തു. എൻ്റെ ചെറിയ നാത്തൂൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ജാസ്മിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞ ജാസ്മിനെ അവൾക്ക് അറിയാമെന്നാ. അവളുടെ അമ്മായിയമ്മയ്ക്ക് ഇവിടെ ഒരു സൗകര്യവും കൊടുത്തിട്ടില്ല അത്രേ. അതെന്തെങ്കിലും ആവട്ടെ, നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കുന്നത്? നമുക്ക് നോക്കാൻ അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഞങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് കരുതിയിരിക്കായിരുന്നു. നമുക്ക് അക്ഷയ സെൻറ്ററിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയാലോ? സെലീന പ്രതീക്ഷയോടെ ലൈലയെ നോക്കി. പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉമ്മ സമ്മതിക്കുമെന്നാണ് പേടി. നിങ്ങളുടെ ഒരു കാര്യം. ലൈല പതിയെ സെലീനയുടെ കവിളിൽ തോണ്ടി. പ്രായമായ ഉമ്മമാർ അങ്ങനെ പലതും പറയും. കമ്പ്യൂട്ടർ പഠിക്കാൻ പോവുകയാണെന്നൊന്നും പറയണ്ട, കടയിൽ പോയി വരാമെന്ന് പറയാം. ഉമ്മ അതൊന്നും നോക്കൂല. ഞാൻ ഇക്കയോടൊന്ന് ചോദിച്ചിട്ട് പറയാം. 2 ഇക്കന്മാരോട് ഞാൻ സമ്മതം വാങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങനെയൊന്നും ആയാൽ പറ്റൂല കേട്ടോ. ഗൾഫിലേക്ക് ജോലിക്ക് പോകാൻ പോവുകയാണ് നമ്മൾ. സെലീനയുടെ കണ്ണുകൾ തിളങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ പ്രകാശം മങ്ങുകയും ചെയ്തു. മക്കളുടെ കാര്യം എന്തു ചെയ്യും? അവിടെ പഠിക്കാനൊക്കെ വലിയ പൈസ ആവില്ലേ? ഇവിടുത്തെ പഠനം പോലെ അവിടെ നടക്കുമോ? അതൊന്നും ഓർത്തിത്താ വിഷമിക്കേണ്ട. ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ നല്ലൊരു അവസരമാണ്. ഈ അവസരം മുതലെടുത്തില്ലെങ്കിൽ പിന്നീട് എങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇവിടെ ഉമ്മ മാത്രമേ കാണൂ എന്നറിയാം. ആബിദ ഉണ്ടല്ലോ. തൽക്കാലം അവൾ വന്ന് ഉമ്മാൻ്റെ കൂടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഉമ്മ അവളെ കൂടെ പോട്ടെ. ടിക്കറ്റൊക്കെ സെറ്റായതിനു ശേഷം മാത്രം കാര്യം പറഞ്ഞാൽ മതി. ഉമ്മാൻ്റെ സ്വഭാവം അറിയാലോ. മുൻപ് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലായാലേ വല്ല ഉസ്താദുമാരെയും അടുത്തുപോയി നമ്മുടെ പോക്ക് മുടക്കാനും മതി. കാര്യങ്ങൾ മനസ്സിലായതുപോലെ സെലീന തലകുലുക്കി. നേരം കളയാതെ 2 പേരും പെട്ടെന്ന് തന്നെ അങ്ങാടിയിലേക്ക് നടന്നു. അക്ഷയ സെൻട്രൽ ഒരു കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലായിരുന്നു. അതിന് തൊട്ട് മുമ്പിൽ എത്തിയപ്പോഴാണ് ഒരു ഓട്ടോ അവരുടെ മുമ്പിൽ വന്ന് നിന്നത്. അതിൽ ആബ്ദിയും ഉമ്മയുമാണെന്ന് കണ്ട് സെലീന നെട്ടലോടെ ലൈലയെ നോക്കി. തുടക്കം തന്നെ കുളമായല്ലോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. എവിടേക്കാ രണ്ടാളും കൂടി? ഉമ്മയുടെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് രണ്ടാളും ഒന്ന് പരസ്പരം നോക്കി. ഞങ്ങളെ അക്ഷയ സെൻറ്ററിലേക്ക് പോവാണുമ്മ. താത്താൻ്റെ ആധാറിന് ഒരു ചെറിയ പ്രശ്നം. കൂടുതൽ ആലോചിക്കാൻ നിന്നാൽ ഉമ്മാക്ക് സംശയം തോന്നുമെന്ന് മനസ്സിലാക്കിയ ലൈല പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സെലീനയ്ക്ക് ആശ്വാസം തോന്നി. എന്നാൽ ആബിദക്കും നബീസുവിനും ആ മറുപടി അത്ര തൃപ്തികരമായി തോന്നിയില്ല. അവർക്ക് 2 പേർക്കും മനസ്സിലായി. അല്ല, നിങ്ങൾ 2 പേരും കൂടി എവിടെ പോയതായിരുന്നു? ലൈല പെട്ടെന്ന് വിഷയം മാറ്റി. അതോടെ 2 പേരുടെയും മുഖത്ത് നേരിയ പൊരിങ്ങൾ ദൃശ്യമായി. ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്, ആബിദ പെട്ടെന്ന് പറഞ്ഞു. അതാണ് അവിടെ വന്നപ്പോൾ നിങ്ങൾ 2 പേരെയും കാണാഞ്ഞത്, ലൈല നേരത്തെ ചിരിയോടെ പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളുടെ ജോലി നടക്കട്ടെ, വണ്ടി പോട്ടെ, ആബിദ പെട്ടെന്ന് പറഞ്ഞു. ഓട്ടോ വിട്ടുപോയി. അവർ അക്ഷയ സെൻറ്ററിലേക്ക് ഒന്നല്ല ഉമ്മ വന്നത്, പുതിയ ടെക്സ്റ്റൈൽസ് വന്നിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പോവാൻ വന്നതായിരിക്കും.
ഇനി വരുമ്പോൾ കാണാം രണ്ടിൻ്റെയും കയ്യിൽ ഓരോ കവറ്. ആബിദ പറഞ്ഞത് കേട്ട് നബീസ് തലയാട്ടി. അവർക്കത് നമ്മളോട് പറഞ്ഞാൽ എന്താ? എനിക്കും മക്കൾക്കും എന്തെങ്കിലും വാങ്ങി തരണമെന്ന് കരുതിയിട്ടാവും. അല്ലെങ്കിലും ആർക്ക് വേണം അവരെ ഡ്രസ്സ്? എനിക്കും മക്കൾക്കും വേണ്ടത് എൻ്റെ റാഫിക്ക് വാങ്ങി തരുന്നുണ്ട്. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു നാത്തൂമാർ? അവിടെയൊക്കെ റാഫിക്ക് എല്ലാ പെരുന്നാളിനും പെങ്ങന്മാർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കും. പെങ്ങന്മാർക്കും കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ എത്ര പൈസ ആണെന്നോ ഇക്ക ചിലവാക്കുന്നത്? നിനക്ക് നിൻ്റെ വീട്ടുകാരൊന്നും എടുത്തു തരാറില്ലേ എന്ന് നാത്തൂമാർ ചോദിക്കുമ്പോൾ എൻ്റെ തൊലി ഒരിഞ്ഞു പോകുമ്മ. എനിക്കുണ്ടല്ലോ 3 ആങ്ങളമാർ, 3 പേരും ഗൾഫിലുമാണ്. എന്നിട്ടും ഒരു പ്രാവശ്യം പോലും ഡ്രസ്സ് പോലും വാങ്ങിത്തരാൻ ആളില്ല. ആബിദ പറയുന്നത് കേട്ട് ഡ്രൈവർക്ക് ചിരി വന്നു. എന്നാൽ അവൻ ചിരിച്ചില്ല. നബീസ് മകളുടെ വർത്താനം മൈൻഡ് ചെയ്തതേയില്ല. അതിന് മറുപടി കൊടുക്കാൻ പോയാൽ പിന്നെ തൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടാതെ അവൾ പോകില്ല. അപ്പോഴാണ് അവർ അരയിൽ വെറുതെ തപ്പി നോക്കിയത്. തൻ്റെ സന്തത സഹചാരിയായ ചാവിക്കൂട്ടം അരയിലില്ല എന്ന് മനസ്സിലായതും നബീസു അറിയാതെ ഒന്ന് നൊട്ടി. അത് അലമാരയിൽ വെച്ച് മറന്നു എന്ന് ഉറപ്പായതും ഒരു ആശങ്ക അവരെ പൊതിഞ്ഞു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനായിരുന്നു അവർക്ക് ധൃതി. അക്കാരണം കൊണ്ട് തന്നെ ആബിദ പറയുന്നത് ഒന്നും നബീസ് മൈൻഡ് ചെയ്തതേയില്ല. ഗേറ്റിന് മുന്നിലെത്തിയതും നബീസ് ഓട്ടോ നിർത്താൻ പറഞ്ഞു. ഓട്ടോ നിർത്തിയതും അവർ പുറത്തേക്കിറങ്ങി ഓടാൻ തുടങ്ങി. ഓട്ടോ കൂലി കൊടുക്കുമ്മ, ആബിദ വിളിച്ചു പറയുന്നത് നബീസ് മൈൻഡ് ചെയ്തില്ല. അവൾ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ ഓട്ടോ ഡ്രൈവർ ചിരിയോടെ അവളെ നോക്കി. നിങ്ങൾ തന്നാലും മതി. എത്രയാ? അല്പം ദേഷ്യത്തോടെ ആബിദ പറഞ്ഞു. 50 രൂപ. ആബിദയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഓ, അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് അപ്പോഴത്തേന് 50 രൂപയെ? അതെ, 50 രൂപ. ഇത്ത ഓട്ടോയിലൊന്നും കയറാറില്ലേ? ആബിദ ദേഷ്യത്തോടെ അവനെ നോക്കി. ഞാൻ ഓട്ടോയിൽ കയറാറുണ്ട്. ഇത്ര കാലമായിട്ടും നിന്നെപ്പോലെ തോന്നിയ ചാർജ് പറയുന്ന ഒരു ഓട്ടോക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നത് സത്യമാണ്. ഇതിൻ്റെ ഇടയിൽ 4-5 സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? നേരെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലേ 30 രൂപ മതി. എന്നെക്കൊണ്ട് 2-3 കിലോമീറ്റർ അധികം അടുപ്പിച്ചിട്ട് പൈസ ചോദിക്കുമ്പോൾ വെറുതെ പിഞ്ഞാ പറയുന്നത് എന്തിനാ? ശരിക്കും ഇത് 100 രൂപയുടെ ഓട്ടാണ്. റാഫിഖാൻ്റെ ഭാര്യയാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ 50 പറഞ്ഞത്. അതോടെ ആബിദ വേഗം പൈസ കൊടുത്തു. ഓട്ടോ ഡ്രൈവർക്ക് റാഫിയെ അറിയാമെന്ന് കേട്ടപ്പോൾ അവളുടെ ശ്വാസം പകുതിപ്പോയി. റാഫി എപ്പോഴും തൻ്റെ ഈ സ്വഭാവത്തെ വിമർശിക്കുന്നതാണ്. ഇനി ഇയാളെങ്ങാനും അത് ഇക്കയോട് പറഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് അത് മതിയാവും. ഓട്ടോ പോയപ്പോഴാണ് പിന്നീട് ആബിദക്ക് സമാധാനമായത്. അവൾ അകത്തെത്തിയപ്പോൾ ഉമ്മ അവിടെ നിൽക്കുന്നത് കണ്ടു. ഉമ്മ, ഒരു 100 രൂപ തരി. ഒരു മടിയും കൂടാതെ അവൾ ഉമ്മാനോട് ചോദിച്ചു. എന്തിനാണ് 100 രൂപ? നബീസു അല്പം അമ്പലപ്പോടെ ചോദിച്ചു. പിന്നെ ഓട്ടോക്കോല് ഞാൻ കൊടുക്കണോ? നബീസു സംശയത്തോടെ അവളെ നോക്കി. അത് ഞാൻ തന്നെ കൊടുത്തോളാം. പക്ഷെ 100 രൂപ കൂടുതലല്ലേ? നമ്മൾ അതിന് മാത്രം ഒന്നും ഓടിയിട്ടില്ലല്ലോ. മനസ്സോടെയാണ് നബീസ് 100 രൂപ എടുത്ത് അവൾക്ക് കൊടുത്തത്. 50 രൂപ ലാഭമായി എന്നവൾ മനസ്സിലോർത്തു. പുഞ്ചിരിയോടെ ആ പൈസ തൻ്റെ പേഴ്സിലേക്ക് വെച്ചു. അതിനിടയിൽ അവളുടെ നോട്ടം ഉമ്മയുടെ പേഴ്സിലേക്ക് പോയി. 500ൻ്റെ നോട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. എനിക്ക് കുറച്ച് പൈസ തരും ഉമ്മ, പേഴ്സിൽ കുറേ ഉണ്ടല്ലോ. അത് കേട്ട് നബീസുവിൻ്റെ മുഖം പെട്ടെന്ന് ചുവന്നു. എൻ്റെ പേഴ്സിലേ അങ്ങനെ പലതും കാണും. അതൊന്നും കണ്ട് എൻ്റെ പുന്നാരം മോളും പനിക്കണ്ട. എൻ്റെ കയ്യിലും ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന കാര്യം എനിക്കറിയാം. തൽക്കാലം അതിൽ നിന്ന് എടുത്താൽ മതി ട്ടാ. അതോടെ ആബിദ അടുക്കളയിലേക്ക് നടന്നു. ഉമ്മാനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. ജാസ്മിൻ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് അവൾ കണ്ടു. എനിക്കൊരു ചായ. അധികാരത്തോടെ കസേരയിലിരുന്ന് അവൾ പറഞ്ഞു. അത് ജാസ്മിന് ഒട്ടും ഇഷ്ടമായില്ല. വെള്ളവും ഗ്യാസും സ്റ്റൗവും ചായപ്പൊടിയും പഞ്ചസാരയും പാലും എല്ലാം അവിടെയുണ്ട്. പാകത്തിന് ഇട്ടു കുടിച്ചോ? ചിരിയോടെ ജാസ്മിൻ പറഞ്ഞു. ആബിദയുടെ മുഖം മങ്ങി. ജാസ്മിൻ അങ്ങനെ തുറന്നടിച്ച് പറയുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. ഞാൻ നിന്നോട് ചായയല്ലേ ചോദിച്ചത്, അല്ലാതെ ബിരിയാണി ഒന്നും ചോദിച്ചില്ലല്ലോ. ഒരു വഴക്കിനുള്ള തയ്യാറെടുപ്പോടെ ആബിദ പറഞ്ഞു. ജാസ്മിൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നാത്തൂനെ, ഞാനൊരു പണി ചെയ്യുന്നത് കണ്ടില്ലേ? എനിക്കിപ്പോൾ ചായ ഇട്ട് തരാൻ പറ്റില്ല. നിൻ്റെ കൈക്കും കാലിനൊരു കുഴപ്പമില്ലല്ലോ. ചായ വേണമെങ്കിൽ തന്നെ താനെ ഇട്ട് കുടിക്കണം. ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, ഈ വീട്ടുകാരിയാണ്. എന്നോട് വെറുതെ വഴക്കിന് വരണ്ട. ഞാനേ ഒട്ടും മോശമല്ല. ഇത് കേട്ട് ആബിദയുടെ നാവ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതായിരുന്നില്ലേ നിൻ്റെ സ്വഭാവം? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. ജാസ്മിൻ ഒന്ന് തലയാട്ടി. ഇത് അധികം മുന്നോട്ട് പോകില്ല. നിന്നേക്കാൾ എത്രയോ നല്ലത് സാബി തന്നെയായിരുന്നു. എന്നാൽ പിന്നെ നീ അവളെ വിളിച്ചു വരുത്തിക്കോ. അപ്പോൾ പിന്നെ നിനക്ക് സമയാസമയം ചായയോ കാപ്പിയോ ചോറോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാമല്ലോ. നീയൊക്കെ പറയുന്നത് തുപ്പൽ തൊടാതെ വിഴുങ്ങുകയും ചെയ്യും. നീ വേറെ ആളെ നോക്കി പെണ്ണേ. ഇത് ജാസ്മിനാണ്. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാണ്.
അധികാരം നിന്റെ അടുക്കളയിലും മതി. ഇവിടെ അധികാരം കാണിക്കാൻ വന്നാലേ ഈ ജാസ്മിൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. പിന്നെ വെറുതെ മുങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. അവളുടെ സംസാരം കേട്ട് ആബിദ പകയോടെ അവളെ നോക്കി. ഇവിടെ ഞാൻ അധികം വഴക്കില്ല മോളെ. ആബിദ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. മാളിയേക്കൽ മൊയ്തീൻ ഹാജിയുടെ മകൾ ആബിദയെ പറ്റി നിനക്ക് ശരിക്കും അറിയില്ല. സാബിയോട് ചോദിച്ചാൽ മതി, അവൾ പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. അല്ലെങ്കിൽ ഞാനിവിടെ മഹാറാണിയായി ആയാൻ വന്നതൊന്നല്ല. നിന്റെ സ്വഭാവം എനിക്ക് അറിയണമെന്നില്ല. എന്നോട് മര്യാദയ്ക്ക് നിന്നാലേ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ ഈ ജാസ്മിൻ ആരാണെന്ന് നീയും അറിയും. ജാസ്മിനും ഒട്ടും വിടാൻ തയ്യാറായില്ല. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടുമെന്ന് അവൾക്കറിയാമായിരുന്നു. പിന്നെ ഈ ശല്യമൊന്നും സഹിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഇനി ജമാലിൻ്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഖാലിദ് എന്ന സൂപ്പർ ലോട്ടറി തൻ്റെ കക്ഷത്തിലിരിക്കുമ്പോൾ എന്തിനാണ് ജമാൽ എന്നായിരുന്നു അവളുടെ ചിന്ത. പോകുന്നതിന് മുമ്പ് പറയാനുള്ളവരോടെല്ലാം നല്ലതുപോലെ പറഞ്ഞിട്ട് പോകാമെന്ന് തന്നെയായിരുന്നു അവളുടെ ചിന്ത. ചായ ഉണ്ടോ മോളെ? പെട്ടെന്ന് ഉമ്മയുടെ സ്വരം കേട്ടപ്പോൾ മുഖഭാവം മാറ്റി ജാസ്മിൻ ഉമ്മയെ നോക്കി. ഉണ്ടാക്കിയിട്ടില്ല ഉമ്മ, ഞാനിപ്പോൾ ഇട്ട് തരാം. ഉമ്മാക്ക് കട്ടൻ ചായ അല്ലേ വേണ്ടത്? നബീസു ചിരിയോടെ തലയാട്ടി. ഉമ്മ ഇരിക്കെ, ഞാൻ വേഗം ഗ്യാസിൽ ചായ ഉണ്ടാക്കി തരാം. അങ്ങാടിയിൽ പോയി ക്ഷീണിച്ചു വന്നതല്ലേ, ഇത് കഴിക്കൂ. പുഴുങ്ങിയ 2 മുട്ട തൊലി കളഞ്ഞതും ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും ഒരു പാത്രത്തിലേക്ക് എടുത്ത് ജാസ്മിൻ ഉമ്മയുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു. നബീസുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ആബിദ അമ്പരപ്പോടെ ഈ കാഴ്ച കാണുകയായിരുന്നു. ഓന്ത് നിറം മാറുന്നത് പോലെയാണ് ജാസ്മിൻ നിറം മാറുന്നത് എന്നവൾ കണ്ടു. അപ്പോൾ പറയേണ്ടവർ പറഞ്ഞ ഈ ചായക്ക് ഇട്ട് കൊടുക്കുമല്ലേ? അവൾ ദേഷ്യത്തോട് ചോദിച്ചത് കേട്ട് നബീസു അമ്പരപ്പോടെ അവളെ നോക്കി. എന്താ? മുട്ട കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ആബിദയോട് ചോദിച്ചു. ഉമ്മ, ഞാൻ ഇവളോട് ചായ ചോദിച്ചതാ. അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് ഇട്ട് തരാൻ സൗകര്യമില്ലാന്ന്. എന്നോട് ഇവിടെ വരിക്കണ്ട എന്ന് പറഞ്ഞു. ഞാനിവിടെ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞേക്കേ. എൻ്റെ പഠിച്ചോനെ! ജാസ്മിൻ നെഞ്ചത്ത് കൈവച്ച് പോയി. എന്തൊക്കെയാണ് ഈ നാത്തും പറയുന്നത്? ഞാൻ അങ്ങനെയൊക്കെ പറയും ഉമ്മ. ചായ വേണമെന്ന് ഞാൻ ചോദിച്ചതാ. അപ്പോൾ ചായ വേണ്ടെന്ന് പറയുകയും ചെയ്തു. ഉമ്മാക്ക് ചായ വേണ്ടി വരില്ലേ എന്ന് ഞാൻ ചോദിച്ചതാ. ഞങ്ങൾ അങ്ങാടിയിൽ നിന്നും കഴിച്ചുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിലും ഇവിടെ എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാനൊരു 2ാം കെട്ടുകാരിയാണല്ലോ. ഇനി ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞേക്ക്, ഞാൻ പൊയ്ക്കോളാം. ഇങ്ങനെ എല്ലാവർക്കും ഒരു ശല്യമായിട്ട് എനിക്കിവിടെ താമസിക്കണമെന്നില്ല. അതും പറഞ്ഞ് ജാസ്മിൻ മുഖം പൊത്തിപ്പിടിച്ച് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ആബിദ ഇടിവറ്റേറ്റതുപോലെ സ്തംഭിച്ചു നിന്നു. ഇങ്ങനെയൊരു ട്വിസ്റ്റ് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അറിയാതെ ഉമ്മയെ നോക്കി. ഉമ്മ തന്നെ ദേഷ്യത്തോടെ നോക്കുന്നത് അവൾ കണ്ടു. അതല്ല ഉമ്മ, ഞാൻ മിണ്ടരുത്, ദേഷ്യത്തോടെ നബീസ് പറഞ്ഞു. നേരത്തെ ഓട്ടോക്കൂലി അവൾ വാങ്ങിയ ദേഷ്യവും നബീസുവിന് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് പുറത്തുനിന്ന് ജാസ്മിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവരുടെ വഴക്ക് ആസ്വദിച്ച് കേട്ട് അവൾ അങ്ങനെ തന്നെ നിന്നു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.